പരവൂരിലേത് നിയമ ലംഘനമാകുമ്പോൾ തൃശ്ശൂരിൽ സംഭവിച്ചത് എന്താണ്? മത്സരക്കമ്പം അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ തിരുവമ്പാടി ദേവസ്വവും പാറമേക്കാവും തമ്മിൽ നടത്തുന്ന വെടിക്കെട്ട് ഏത് രീതിയിൽ കാണും? തൃശ്ശൂരിൽ സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിക്കുക? ഉദ്യോഗസ്ഥരെ പഴിചാരി രക്ഷപ്പെടാനാകുമോ? ഇത്തരം സംഭവങ്ങൾ നിയമ ലംഘനമായി മാറി അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത് ന്യൂസ് ആൻഡ് വ്യൂസ്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് VS സുനിൽകുമാർ, ബിന്ദു കൃഷ്ണ, RV ബാബു, രാഹുൽ ഈശ്വർ, ധനുവച്ചപുരം സുകുമാരൻ, വെങ്കടാചലം എന്നിവർ. ബിന്ദു കൃഷ്ണ, പരവൂരിലേതും ഇപ്പോൾ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നവും നമ്മൾ ഒരുപോലെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഈ പരവൂരിൽ സംഭവിച്ച നിയമലംഘനത്തിനൊടുവിൽ ഉണ്ടായ ദുരന്തത്തിൻ്റെ കാരണക്കാർ ആരെന്നതാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിൽ പോലീസാണോ ജില്ലാ ഭരണകൂടമാണോ കുറ്റക്കാർ എന്ന തർക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ഉദ്യോഗസ്ഥർ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് സർക്കാർ തന്നെ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട നടപടികൾ, സർക്കാരിൻ്റെ നിലപാടുകളൊക്കെ പരിശോധിക്കുമ്പോൾ അവിടെ ഇന്ന് ഏറ്റവും ആദ്യം ഇന്നത്തെ ദിവസം തുടങ്ങിയത് എങ്ങനെയാണ്? ആനയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഈ വനവകുപ്പുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ഇറക്കിയ സർക്കുലർ റദ്ദാക്കിക്കൊണ്ട് ആ ഉദ്യോഗസ്ഥൻ്റെ മേൽ വിശദീകരണം തേടുമെന്ന ഉദ്യോഗസ്ഥനോടുള്ള ഒരു ഭീഷണി കൂടി മുഴക്കിക്കൊണ്ടാണ് ഇന്നത്തെ ദിവസം തുടങ്ങുന്നത്. ഒരിടത്ത് ഉദ്യോഗസ്ഥർ നിയമം നോക്കാത്തത് കൊണ്ട് അനുഭവിക്കേണ്ടി വരുന്നു, മറ്റിടത്ത് ഉദ്യോഗസ്ഥർ നിയമത്തിൻ്റെ പിന്നാലെ പോയതുകൊണ്ട്. എന്താണ് ഇതിൻ്റെ വിശദീകരണം ബിന്ദു കൃഷ്ണ? തീർച്ചയായും ഇതിനെ രണ്ടിനെയും ഏക സ്വഭാവത്തോടുകൂടി നമുക്ക് നോക്കിക്കാണാൻ കഴിയും. നമ്മുടെ സമൂഹം എന്ന് പറയുന്നത്, കേരളീയ സമൂഹം എന്ന് പറയുന്നത് മതവിശ്വാസങ്ങളിലും ആചാരങ്ങളിലും ഇടകലർന്ന ഒരു ജീവിത ശൈലിയാണ്, സാമൂഹിക ശൈലിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ അങ്ങേയറ്റം സെൻസിറ്റീവാണ്. അതുകൊണ്ടാണ് കർശനമായി നിയമം പാലിക്കണമെന്ന് നാം എല്ലാവരും ആഗ്രഹിക്കുമ്പോഴും പലപ്പോഴും അതിന് കഴിയാതെ വരുന്നത്. പരവൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ, നൂറ്റാണ്ടിനപ്പുറത്ത് തന്നെയുള്ള ഒരു വലിയ ആചാരമായിരുന്നു. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ കിലോമീറ്ററുകൾ നടന്ന് പരവൂരിലെ കമ്പം കാണുവാൻ വ്യാപാലവൃദ്ധം ജനങ്ങളും പോകുക പതിവായിരുന്നു. അവിടെ ഉള്ളവർ ഞങ്ങളുടെ പ്രദേശത്തുള്ളവർ മാത്രമല്ല, വിദൂരദേശത്തു നിന്ന് പോലും പോവുക പതിവായിരുന്നു. ചില ഘട്ടങ്ങളിൽ വെടിക്കെട്ട് ദുരന്തം മറ്റു പല സ്ഥലങ്ങളിൽ ഉണ്ടായപ്പോൾ അതിന് നിരോധനം ഉണ്ടായെങ്കിലും ആ നിരോധനം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സംഗതിയായിരുന്നു. മലനട ദുരന്തം അടക്കം നടന്നപ്പോൾ പോലും ഒറ്റിങ്ങൽ കമ്പം ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത. ഞാൻ സമയത്തിന്റെ പരിമിതി കൊണ്ട് മാത്രം ഒന്ന് ഇടപെടുകയാണ്. ഇപ്പൊ ബിന്ദു കൃഷ്ണ പറഞ്ഞ അതേ വികാരം തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന VS സുനിൽകുമാറിനും പറയാം. അദ്ദേഹത്തിൻ്റെ നാടാണത്. അവിടുത്തെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമാണ് ആ തൃശ്ശൂർ പൂരവും. അതിന്നിപ്പോൾ കോടതിയും അനുവദിച്ചു കൊടുത്തിരിക്കുന്നു. സുപ്രീം കോടതിയുടെ ഉത്തരവിന് അനുസൃതമായി അവിടെ ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട് വെടിക്കെട്ട് നടത്താൻ പോലും. ഇതിപ്പോൾ ബിന്ദു കൃഷ്ണ പറഞ്ഞ രീതിയിലാണെങ്കിൽ പരവൂരിലും ഈ ക്ലെയിം വേണമെങ്കിൽ വെക്കാമല്ലോ. അവിടെയും സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമാണല്ലോ ബിന്ദു കൃഷ്ണ പറഞ്ഞ ആ ചരിത്രം പരിശോധിക്കുമ്പോൾ. അവിടെയും ഈ ഉദ്യോഗസ്ഥർ അങ്ങനെയാണെങ്കിൽ ഈ ഇളവുകൾ അനുവദിച്ചത് ഈ നേരത്തെ പറഞ്ഞ ഒരു സെൻസിറ്റീവായ പ്രശ്നം എന്നുള്ള നിലയ്ക്ക് തന്നെ ആകില്ലേ? അതല്ലാതെ എന്ത് ചെയ്യാൻ കഴിയും അവിടെയും അങ്ങനെയാണെങ്കിൽ? തീർച്ചയായും അത് തന്നെയാണ് സത്യം. നമ്മള് പിന്നീട് ദുരന്തം ഉണ്ടാകുമ്പോൾ ആരെങ്കിലും ഒക്കെ ബലി കൊടുത്ത് അല്ലെങ്കിൽ ആ നിലയ്ക്ക് ആരിലെങ്കിലും ഒക്കെ പഴിചാരി രക്ഷപ്പെടാൻ ഞാൻ അടക്കമുള്ള പൊതുസമൂഹം കാണിക്കുന്ന വ്യഗ്രതയോട് എനിക്ക് യോജിപ്പില്ല. അതൊരു യാഥാർത്ഥ്യത്തെ കണ്ടുകൊണ്ട് ഇനി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ, ഓരോ മനുഷ്യജീവനും സ്വത്തും വിലപ്പെട്ടത് തന്നെയാണ്, അതിനൊരു ദോഷം വരാതിരിക്കാൻ എന്ത് ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായി ആലോചിക്കാം. ആ ആലോചന കൃത്യമായി നടക്കേണ്ടിടത്ത് അത് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അവിടെ സെൻസിറ്റിവിസത്തിന്റെ പുറകെ പോകുന്നു. ഭരണകർത്താക്കൾ പോലും ഇത് നിയന്ത്രണം ആണ് വേണ്ടത്, നിരോധനമല്ല എന്ന് പറയുന്നതിനകത്ത് വരുന്ന ഭാഷ നമുക്കറിയാം. അതായത് നിയമം നടപ്പിലാക്കാൻ പോലും അനുവദിക്കാതെ ഉദ്യോഗസ്ഥരുടെ പിന്നാലെ ഭീഷണിയുമായി പോകുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ സെൻസേഷണലിസത്തെ വളർത്താനുള്ള, അതിൻ്റെ പിന്നാലെയുള്ള വോട്ട് നേടാനുള്ള ഒരു വ്യഗ്രതയാണ് ഭരണകൂടങ്ങൾ പോലും കാണിക്കുന്നത് എന്നല്ലേ?
ഇത്തരം വിഷയങ്ങളെ നമ്മൾ വോട്ടിന്റെ പശ്ചാത്തലത്തിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അത്തരം രാഷ്ട്രീയ രീതിയിൽ കോണിലൂടെ നോക്കുന്നത് ശരിയായ അർത്ഥമല്ല, ശരിയായ രീതിയും ശൈലിയുമല്ല. അത് നടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ നോക്കേണ്ടി വരുന്നത്, അങ്ങനെ നോക്കാൻ ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ല. അല്ല, ഞാനത് സൂചിപ്പിക്കില്ല. നമ്മളിപ്പോ പരവൂർ ദുരന്തത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ അതിനെ നിയന്ത്രിക്കുവാൻ പല ആവർത്തി ചർച്ചകൾ നടത്തിയെങ്കിലും CPM രാഷ്ട്രീയം പറയുകയാണെങ്കിൽ, രാഷ്ട്രീയം പറയാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം ഞങ്ങളുടെയൊക്കെ പ്രദേശത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാര്യമാണ്. ജനപ്രതിനിധികൾ, കൗൺസിലർമാർ മുതൽ MLA മാർ മുതൽ MP മാർ വരെ മുഴുവൻ നേതാക്കന്മാരും അതിനൊപ്പം നിൽക്കുകയാണ്. ഇവിടെ ഈ ഭരണകർത്താക്കളെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും കുറ്റം പറയുമ്പോൾ അവരാരും മറ്റു അന്യഗ്രഹ ജീവികളൊന്നുമല്ല. അവര് രാഷ്ട്രീയ പ്രവർത്തകരും ഭരണകർത്താക്കളും എല്ലാം തന്നെ നമ്മുടെ ഇടയിൽ നിന്നുള്ളവരാണ്. ഈ ഇത്തരം ആളുകളുടെ പൊതുജന സമ്മർദ്ദമൊക്കെ അവരിലേക്കും വരും. ഇന്ന് തൃശ്ശൂരിൽ കണ്ട ഒരു ജനത്തിന്റെ ശരി, ഞാൻ തിരിച്ചെത്താം ശ്രീമതി ബിന്ദു കൃഷ്ണ. ഇത് ഉദ്യോഗസ്ഥർക്ക് മാത്രം അങ്ങനെ വരില്ല, ഇത് രാഷ്ട്രീയക്കാർക്ക് മാത്രമേ ഇങ്ങനെ വരികയുള്ളൂ എന്നൊരു ചോദ്യം കൂടി ഉണ്ട്. ഞാൻ തിരിച്ചു വരാം. ശ്രീ VS സുനിൽകുമാർ ഇതിനെ എങ്ങനെ കാണുന്നു? ഈ ചോദ്യങ്ങളെല്ലാം അങ്ങും കേട്ടതാണ് ഞാനിപ്പോൾ ശ്രീമതി ബിന്ദു കൃഷ്ണയോട് ചോദിച്ചത്. ശ്രീ VS സുനിൽകുമാർ. അല്ല, നമുക്ക് ഈ പൂരാഘോഷങ്ങളെ ജനറലൈസ് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ വിഷയം ഇവിടെ ചർച്ചാ വിഷയമാകുന്നതിന് കാരണം എന്തായിരുന്നു? പരവൂരിൽ ഒരു മഹാദുരന്തം ഉണ്ടായി. ആ ദുരന്തത്തിൽ 100-ലധികം ആളുകൾ ദാരുണമായി മരണപ്പെട്ടു. അതിന് കാരണം അവിടെ നടന്നു വരാറുള്ള പതിറ്റാണ്ടുകളായി നടന്നു വരാറുള്ള കമ്പം അതിൻ്റെ മത്സര സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്നതിനകത്ത് അത് നടത്തുമ്പോൾ ഉണ്ടായിരുന്ന ഗുരുതരമായ ലാപ്സസ് ആണ് അവിടെ ഈ ദുരന്തത്തിന് വഴിവെച്ചിരിക്കുന്നത്. അതിനെ തുടർന്നാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിൽ നിരോധനം ഉണ്ടാവുന്നത്. അതിനേക്കാൾ മുമ്പ് ഏഷ്യയിലെ തന്നെ 2 വെടിക്കെട്ടുകൾ നമ്മുടെ രാജ്യത്ത് നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഈ ചർച്ച ഉണ്ടായിരിക്കുന്നത്. വെടിക്കെട്ടല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിൽ വെടിക്കെട്ട് എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് 1438 വർഷം മുമ്പ് ആരംഭിച്ച ആറാട്ടുപുഴ പൂരത്തിൻ്റെ, ഇപ്പോഴും മുടക്കം കൂടാതെ നടക്കുന്ന ആറാട്ടുപുഴ പൂരം, ആ പൂരത്തിൻ്റെ ഭാഗമായിരുന്ന തൃശ്ശൂർ ഉൾപ്പെടെയുള്ള പൂരം ശക്തൻ തമ്പുരാൻ്റെ കാലത്താണ് ചില കാരണങ്ങളാൽ തൃശ്ശൂർ പൂരമായിട്ട് പരിണമിക്കുന്നത്. അന്ന് ശക്തൻ തമ്പുരാൻ ഡിസൈൻ ചെയ്ത 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ക്ലാസിക്കൽ കലകളെല്ലാം സമന്വയിപ്പിച്ചിരിക്കുന്ന ഒരു വലിയ കലകളുടെയും അതുപോലെ തന്നെ ആചാരാനുഷ്ഠാനങ്ങളുടെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസിക്കൽ രീതിയാണ്. അതുകൊണ്ടാണ് യുനെസ്കോ തൃശ്ശൂർ പൂരത്തെ ഏറ്റവും പൗരാണികമായ പൈതൃക ഉത്സവമായി അതിനെ പ്രഖ്യാപിക്കുന്നതിന് കാരണം അതാണ്. അത്തരമൊരു ഉത്സവം ഇത്തരമൊരു കാരണത്താൽ ഏതെങ്കിലും രീതിയിൽ അതിൻ്റെ പ്രൗഢി കുറഞ്ഞു പോകുമ്പോൾ ലോകത്തിലെ ടൂറിസം ഭൂപടത്തിൽ ഈ കേരളത്തിന് ഏറ്റവും പ്രാധാന്യം നേടിക്കൊടുത്തൊരു പൂരം കൂടിയാണ് തൃശ്ശൂർ പൂരം. പൂരങ്ങളുടെ പൂരം എന്ന് പറയുന്ന ഈ തൃശ്ശൂർ പൂരം ഇന്ന് വരെ മുടക്കം കൂടെ നടന്നുകൊണ്ടിരിക്കുന്ന പൂരമാണ്. ആ പൂരത്തിനകത്ത് വെടിക്കെട്ട് നടത്തുമ്പോൾ അതിൻ്റെ സുരക്ഷിതത്വത്തെ സംബന്ധിച്ച് എന്ത് ചെയ്യാൻ കഴിയും? അവിടെ നടക്കുന്ന മറ്റ് കലാപരിപാടി ഉൾപ്പെടെയുള്ള മേളങ്ങളും പലതരം മേളങ്ങളാണ്. രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന മഠത്തിൽ വരവ് എന്ന വിഖ്യാതമായിട്ടുള്ള പഞ്ചവാദ്യം, അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് നടക്കുന്ന പാറമക്കാവ് ഭഗവതിയുടെ മുമ്പിൽ നടക്കുന്ന ചെമ്പട കൊട്ടി കയറുന്ന ആ മേളം കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വിസ്മയമായിരിക്കുന്ന സിംഫണി അവതരിപ്പിക്കപ്പെടുന്നത് പോലെയുള്ള മേളമാണ് എലിഞ്ചിത്രമേളം. 100 കണക്കിന് കലാകാരന്മാർ, പത്മശ്രീ കുട്ടന്മാരടക്കമുള്ള ലോകപ്രസിദ്ധരായിട്ട് കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ആ മേളത്തോട് കൂടിയിട്ടാണ് ഇത്. പിന്നെ അതിനുശേഷം തെക്കോട്ട് യാതൊരു തർക്കവുമില്ല. തൃശ്ശൂർ പൂരം തൃശ്ശൂരിൻ്റെ മാത്രമല്ല, ഒരു പക്ഷേ കേരളത്തിൻ്റെ തന്നെ അഭിമാനമാണ്, കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൻ്റെ കൂടി ഭാഗമാണ് എന്നുള്ള കാര്യത്തിൽ പോലും നമുക്ക് ചിലപ്പോൾ തർക്കിക്കേണ്ടി വരില്ല. അവിടെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഒരു ആശയക്കുഴപ്പം വരുന്നത് എന്തുകൊണ്ടാണ്? ചില ഉദ്യോഗസ്ഥർ അതിനകത്ത് അവരുടെ ഭാഗം കൃത്യമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകളുമായി ഇറങ്ങിത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? 5 ദിവസങ്ങൾക്ക് മുൻപ് പരവൂരിലുണ്ടായ ദുരന്തത്തെ തുടർന്ന് എങ്ങനെയാണ് ആ ദുരന്തം ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾ ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന തർക്കങ്ങൾ ഇതൊക്കെയാണ്, ഇതിനെ കൈകാര്യം ചെയ്ത രീതിയാണ്. അത് തൃശ്ശൂരിലും അത്തരത്തിൽ ഉദ്യോഗസ്ഥർ ആ രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതിന് ഇടയായിട്ടുണ്ടെങ്കിൽ അതിന് ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? എന്താണ് പോംവഴി? അല്ല, ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ അതിന് രാഷ്ട്രീയം കാണാനോ ഒന്നും ഞാൻ ഈ ചർച്ചയിൽ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. തൃശ്ശൂർ പൂരം ശക്തൻ തമ്പുരാൻ അന്ന് രാജഭരണാധികാരിയാണ്.
ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടന്ന പൂരമാണ് ഈ പൂരം. തൃശ്ശൂർ പൂരം ഈ രണ്ട് കമ്മിറ്റികൾ തമ്മിലുള്ള മത്സര പൂരമല്ല. രണ്ട് കമ്മിറ്റികൾ തിരുവമ്പാടി പാറമക്കാവ് ദേവസ്വങ്ങൾ പരസ്പരം സഹകരിച്ചുകൊണ്ട് നടത്തുന്ന നൂറ്റാണ്ടുകളായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ പൂരത്തിനകത്ത് ആ രൂപത്തിലുള്ള അനാരോഗ്യകരമായൊരു മത്സരവുമില്ലാതെ നടക്കുന്ന ഒരു പൂരമാണ്. ആ പൂരത്തിന്റെ തടസ്സവുമായി ബന്ധപ്പെട്ട് പരവൂർ ദുരന്തം ഇതിനൊരു തടസ്സമായി മാറിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സാമൂഹ്യമായ പ്രശ്നമാണ്. കോടതി ചൂണ്ടിക്കാണിച്ച പോലെ ഉത്സവങ്ങളും ഇതുപോലെയുള്ള അനുഷ്ഠാന കലകളും ക്ലാസിക്കൽ കലകളുമെല്ലാം വളരെ വലിയ രീതിയിൽ വളർന്ന് വികസിക്കുന്ന ഈ രീതിയിലാണ്. അതിന് തടസ്സമുണ്ടാകരുതെന്ന് മാത്രമേ ഉള്ളൂ. വെടിക്കെട്ടിന്റെ കാര്യത്തിൽ ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം എന്നാൽ സുരക്ഷിതത്വമാണ് പ്രധാനപ്പെട്ട കാര്യം. ആ സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ തൃശ്ശൂർ പൂരത്തിൽ നടക്കാനുള്ള വളരെ വലിയ സുരക്ഷാ സംവിധാനങ്ങളോട് കൂടി നടക്കുന്ന വെടിക്കെട്ടാണ് തൃശ്ശൂർ പൂരം. 77-ലുണ്ടായിട്ടുള്ള ദുരന്തത്തിന് ശേഷം പിന്നീട് ഒരിക്കലും ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ പലതരത്തിലുള്ള സൂക്ഷ്മമായ പരിശോധന നടക്കാറുണ്ട്. എങ്കിൽ പോലും ഈ ദുരന്തത്തിന് ശേഷം അതിനകത്ത് പോലും വല്ല ലാപ്സസ് ഉണ്ടോ അത് പരിശോധിക്കാൻ വേണ്ടി കഴിയണം. അതോടൊപ്പം തന്നെ വെടിക്കെട്ടിന്റെ ഇതിന്റെ ഗ്രാവിറ്റി അത് ഏത് രൂപത്തിൽ നമുക്ക് അതിനെ പരിവർത്തനം ചെയ്യപ്പെടേണ്ടതുണ്ട്, ശാസ്ത്രീയമായി പുനഃസംഘടിപ്പിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയെല്ലാം തന്നെ നമുക്ക് ചർച്ചകളും തീരുമാനങ്ങളും കാര്യങ്ങളിൽ ഒരു കൃത്യമായ രീതിയിലാണോ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് കണ്ടെത്തണം, അന്വേഷിക്കണം, സർട്ടിഫൈ ചെയ്യണം. ചെയ്യേണ്ടത് ഉദ്യോഗസ്ഥരാണ്, ബന്ധപ്പെട്ട ആളുകളാണ്. അവരുടെ മുറയിലിനെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലായി പോയില്ലേ ഇന്ന് രാവിലെ ഒരു സർക്കുലർ പോലും റദ്ദാക്കപ്പെട്ടു? അങ്ങനെയാണോ അത് ചെയ്യേണ്ടത് എന്നതാണ്. ഒരു പക്ഷേ നിങ്ങൾ തൃശ്ശൂർക്കാർക്ക് അത് സന്തോഷമായിട്ടുണ്ടാകും. നിങ്ങൾക്കൊരു പൂരത്തിൻ്റെ അവസ്ഥ കുറച്ചുകൂടി ഫ്ലെക്സിബിളായി കിട്ടി എന്നുള്ളത് കൊണ്ട് ഞാൻ അതിനെ എതിർക്കുന്നില്ല. പക്ഷേ അത് കുറച്ചുകൂടി സൂക്ഷ്മമായി കൈകാര്യം ചെയ്യപ്പെടേണ്ട ഒരു രീതിയല്ലേ അത്? അല്ല, അതിനകത്ത് ഇന്ന് തൃശ്ശൂർ പൂര കമ്മിറ്റിക്ക് കൊടുത്തിരിക്കുന്ന സർക്കുലർ ആനകൾ എഴുന്നള്ളിക്കുന്നതിലെ നിയന്ത്രണം നേരത്തെ ഉണ്ടായിരുന്നത്. നേരത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡോക്ടർ ലാലിന് അറിയാവുന്നതാണ്. നാട്ടാനകളെ പരിപാലിക്കുന്നതിനും അവരെ സംരക്ഷിക്കുന്നതിനുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളുണ്ട്. ആ ചട്ടങ്ങളും നിയമങ്ങളും എല്ലാം കർക്കശമായി പാലിക്കപ്പെടണം. ആനകളെ ചൂടുള്ള സ്ഥലത്ത് നിർത്താൻ പാടില്ല, ആനകൾക്ക് വെള്ളം കൊടുക്കണം, ആനകൾ പോകുന്ന സ്ഥലത്ത് ചാക്ക് നിലച്ചിടണം, പന്തൽ കെട്ടിയിടണം തുടങ്ങിയ ഒരുപാട് നിർദ്ദേശങ്ങൾ കോടതി പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പല നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്നലെ വന്നിരിക്കുന്ന ഒരു സർക്കുലർ സാധാരണ നിലയിൽ അവിടെ പൂരത്തിൽ നടത്തുന്ന രീതിയിലേക്ക് നടത്താൻ പറ്റാത്ത രീതിയിലുള്ള ചില നിബന്ധനകൾ വെക്കുകയാണ്. ഇന്ന് തൃശ്ശൂർ പൂരത്തിൻ്റെ ഈ സർക്കുലർ കിട്ടുന്ന സമയത്ത് ഇന്ന് വിഷുപ്പൂരം ധാരാളം നടക്കുകയാണ്. അവിടെയൊന്നും ഈ സർക്കുലർ കൊടുക്കാതെ ഇവിടെ മാത്രം അത് വരുമ്പോൾ ഉണ്ടാകുന്ന അങ്കലാപ്പ്, ഇതിൻ്റെ പൂരം നടത്തിപ്പുകാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശ്ശൂരിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കായ ആളുകളും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകുന്ന ആശങ്ക ഇവിടെ ഉണ്ടായി. ആ ആശങ്കയെ തുടർന്നാണ് ഗവൺമെന്റിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ മനഃപൂർവ്വമായിട്ട് ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തെ മുറയിൽ തകർക്കാനോ അതൊക്കെ ഗവൺമെന്റ് കാര്യങ്ങളാണ്. ഇവിടെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമായും അതേ സമയത്ത് തന്നെ നിബന്ധനകൾ പാലിച്ചുകൊണ്ടും സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടും നമ്മുടെ ചരിത്ര പാരമ്പര്യമുള്ള നമ്മുടെ പൈതൃക കലകളെയും നമ്മുടെ പാരമ്പര്യത്തെയും ഒക്കെ സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ശ്രീ ആർ വി ബാബു, ഹിന്ദു ഐക്യവേദിയുടെ പ്രതിനിധിയാണ് താങ്കൾ. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ താങ്കൾ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്, ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാണ്. ശ്രീ ആർ വി ബാബു, ഇപ്പോൾ ഈ ഹിന്ദു ഐക്യവേദി ഇന്ന് നടത്തിയൊരു പ്രസ്താവന ഞാൻ കണ്ടു. ഈ തൃശ്ശൂർ പൂരം മുൻകാലങ്ങളിലേതുപോലെ തന്നെ നടത്താനുള്ള എല്ലാ നടപടിയും സർക്കാർ സ്വീകരിക്കണം എന്നുള്ള അർത്ഥത്തിലാണ് ഹിന്ദു ഐക്യവേദി അത് പറഞ്ഞത്. തൃശ്ശൂർക്കാർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം, തൃശ്ശൂർ പൂരത്തിൻ്റെ സമിതിക്കാർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ 5 ദിവസങ്ങൾക്ക് മുമ്പ് പരവൂർ നൽകിയ പാഠം എന്താണ് എന്നുള്ളത്, അവിടെ പൊലിഞ്ഞ 110ഓളം ജീവനുകൾക്ക് മുന്നിൽ നാം ഏത് രീതിയിലാണ് പ്രണാമം അർപ്പിക്കേണ്ടത് എന്നുള്ളത് ഏത് രീതിയിലാണ് നിങ്ങളുടെ പ്രസ്താവനയിൽ തെളിഞ്ഞു വരുന്നത്? ലാലേ, പരവൂരിലെ ദുരന്തം മനുഷ്യനിർമ്മിതമായിട്ടുള്ള ദുരന്തമാണ്. അതിൽ സർക്കാരിനും ഉദ്യോഗസ്ഥന്മാർക്കും പോലീസിനും ആഭ്യന്തര വകുപ്പിനും ഒക്കെ തുല്യ ഉത്തരവാദിത്വമുണ്ട്. അത് സുരക്ഷയുടെ വലിയ ഗുരുതരമായ ഒരു പാളിച്ച കൊണ്ടുണ്ടായ ഒരു അപകടമാണ്. ഒരു കാരണവശാലും അനുവാദം കൊടുക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു വെടിക്കെട്ട് മത്സരത്തിന് പോലീസും ജില്ലാ ഭരണകൂടവും ഒക്കെ എല്ലാവരും ഒത്താശ ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ളൊരു അപകടം, അതിൻ്റെ ബലിയായി തൃശ്ശൂർ പൂരത്തെ നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമുണ്ടോ? അതിന് പകരം തൃശ്ശൂർ പൂരം നിരോധിക്കണം, തൃശ്ശൂർ പൂരത്തിൻ്റെ സർവ്വതും
ഇല്ലാതാവണം എന്ന് പറയുന്നത് ന്യായമാണോ? തൃശ്ശൂർ പൂരം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 2007 മുതൽ 2005 തൃശ്ശൂർ പൂരത്തിൽ നമ്മുടെ മൊത്തം കേരളത്തിൽ എക്സ്പ്ലോസീവ് ആക്ടിൻ്റെ പരിധിയിൽ രാത്രികാലങ്ങളിലെ വെടിക്കെട്ട് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് കർശനമായ നിയന്ത്രണങ്ങൾ വന്നു. 2007 തിരുവമ്പാടി ദേവസ്വം സുപ്രീം കോടതിയിൽ പോയിട്ട് പ്രത്യേകമായിട്ടുള്ള സാങ്ഷനോട് കൂടിയിട്ടാണ് തൃശ്ശൂർ പൂരം നടന്നു വരുന്നത്. ആ തൃശ്ശൂർ പൂരം അന്നു മുതൽ നടക്കുന്ന സമയത്ത് കർശനമായി അവർ നിബന്ധനകൾ പാലിച്ചുകൊണ്ടാണ് ഈ തൃശ്ശൂർ പൂരം നടത്തി വരുന്നത്. ശ്രീ ആർ വി ബാബു, ഞാൻ ഒന്ന് ഇടപെട്ടുകൊള്ളട്ടെ. ജനങ്ങൾ മുഴുവൻ ശ്രീ സുനിൽകുമാറോ അതല്ലെങ്കിൽ പാറമേക്കാവിന്റെയോ തിരുവമ്പാടിയുടെ ദേവസ്വത്തിന്റെ പ്രതിനിധികളോ പറയുന്നതല്ല ഞാൻ ഇവിടെ ഇപ്പോൾ താങ്കളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, താങ്കൾ ഈ പറഞ്ഞ അർത്ഥത്തിൽ തന്നെയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ അങ്ങ് വെടിക്കെട്ടിന്റെ കാര്യം പറയുന്നു, ഈ ആചാരത്തിന്റെ കാര്യങ്ങൾ പറയുന്നു. അങ്ങ് പറയാതെ പോയ സമയത്തിൻ്റെ പ്രശ്നം കൊണ്ട് ഞാൻ ഇടപെട്ടപ്പോൾ പറയാതെ പോയ ആന ഉൾപ്പെടെയുള്ള എഴുന്നള്ളിപ്പിൻ്റെ കാര്യത്തെക്കുറിച്ച് കൂടി നമ്മൾ എടുത്താൽ, ഇന്ന് ശബരിമല തന്ത്രിയും മേൽശാന്തിയും പറഞ്ഞത് എന്താണ് അങ്ങ് കേട്ടില്ലേ? ഇതൊരു ആചാരത്തിൻ്റെ ഭാഗമായി അവരെവിടെയും കണ്ടിട്ടില്ല. ഇത് ഉത്സവത്തിൻ്റെ പൊലിമ കൂട്ടാൻ വേണ്ടി ഇത് നടത്തുന്ന സമിതിക്കാരും സംഘാടകരും കൊണ്ടുവരുന്ന ആ ഉത്സവ തിമിർപ്പിൻ്റെ ഭാഗമായുള്ള ചില നടപടികളാണ്, ചില പദ്ധതികളാണ് എന്ന് വേണം നമ്മൾ കാണാൻ. ശക്തൻ തമ്പുരാൻ തുടങ്ങി വെച്ചത് ഇങ്ങനെയാണോ തൃശ്ശൂർ പൂരം എന്നുള്ളത് നമ്മൾ ഇനിയും ആ ഗവേഷകരെ എല്ലാവരെയും കൂടി വെച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ സന്ദർഭമല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ കാലം മാറിയത് നമ്മൾ മനസ്സിലാക്കേണ്ടേ. കോടതി ചോദിച്ചതുപോലെ, പല പൗരപ്രമുഖരും ഉന്നയിച്ചതുപോലെ, പഴയ തൃശ്ശൂരാണോ, തൃശ്ശൂരിൻ്റെ റൗണ്ടിന് ചുറ്റും വന്നിട്ടുള്ള മാറ്റങ്ങൾ, ജനനിബിഡത, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള മാറ്റങ്ങൾ വരാൻ ഒരുപക്ഷെ രാഷ്ട്രീയക്കാരെക്കാളും തൃശ്ശൂർകാരെക്കാളും കൂടുതൽ സാധിക്കുക ഈ വിഷയത്തിൽ ഹിന്ദു ഐക്യവേദിയെ പോലുള്ളവർക്കല്ലേ? നിങ്ങൾ ആ രീതിയിലുള്ള ഉത്തരവാദിത്തമുള്ള പ്രസ്താവനയാണോ ഇന്ന് രാവിലെ ഇറക്കിയത് എന്നതായിരുന്നു എൻ്റെ ചോദ്യം. ലാലെ, ക്ഷേത്രങ്ങളിൽ നടക്കുന്ന വെടിക്കെട്ട്, ആന എഴുന്നള്ളിപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഹിന്ദു ഐക്യവേദി നേരത്തെ തന്നെ ശക്തമായിട്ടുള്ളൊരു നിലപാട് പറഞ്ഞിട്ടുണ്ട്. അത് ഈ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിലല്ല. അതിന് മറ്റ് ചില മാനങ്ങളുണ്ട്. ആ മാനങ്ങൾ തത്വാധിഷ്ഠിതമായിട്ടുള്ള ചില മാനങ്ങളാണ്. നാരായണ ഗുരുദേവനും മന്നത്ത് പത്മനാഭനും ഒക്കെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ആനയും കരിയും കരിമരുന്നും എന്നുള്ള വിഷയം ക്ഷേത്രങ്ങളിൽ എത്ര കണ്ട് ഒഴിവാക്കാമോ എന്നുള്ള വിഷയത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾ ബോധവൽക്കരണം, അതേപോലെ ഞങ്ങൾ പങ്കെടുക്കുന്ന പരിപാടികളിൽ പറഞ്ഞു വരുന്നുണ്ട്. അതൊരു വിഷയമാണ്. പക്ഷേ തൃശ്ശൂർ പൂരത്തെ നമ്മൾ അങ്ങനെയാണോ കാണേണ്ടത്? തൃശ്ശൂർ പൂരത്തിൻ്റെ സവിശേഷമായിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. അവിടെ കുടമാറ്റമുണ്ട്, ആന എഴുന്നള്ളിപ്പുണ്ട്, അതേപോലുള്ള തൃശ്ശൂർ പൂരത്തെ അങ്ങനെ അല്ല കാണേണ്ടത്. സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമായി തന്നെ കോടതിയും കണ്ടെത്തിക്കഴിഞ്ഞു. ആ കാര്യത്തെക്കുറിച്ച് നിങ്ങളെപ്പോലുള്ളവർ കൂടി ഇങ്ങനെ നിലപാടെടുക്കുമ്പോൾ, സംസ്ഥാനത്തെ സർക്കാർ കൂടി ഇതിനകത്ത് ഇടപെടാൻ പറ്റില്ല, സെൻസിറ്റീവ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരും നിയമത്തിനപ്പുറമുള്ള രീതിയിലുള്ള നിലപാടുകൾ എടുക്കുമ്പോൾ, ഈ കാര്യത്തിൽ ഒന്നും പറയാതെ നിശബ്ദമായി ഒരുപക്ഷെ ആചാരങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആളുകൾ കൂടി കൂടുതൽ ശക്തി പ്രാപിച്ച് തങ്ങളുടെ ആചാരങ്ങളെ വീണ്ടും പൊടിതട്ടി എടുത്ത് വീണ്ടും മുന്നോട്ട് വരുന്നൊരവസ്ഥയാണ് ഉണ്ടാകുക. നിങ്ങൾ നേരത്തെ വളരെ കഷ്ടപ്പെട്ട് ബോധവൽക്കരണം നടത്തി തടയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വെടിക്കെട്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ വിഫലമാവുകയാണ് ചെയ്യുക. ശ്രീ ആർ വി ബാബു ഈ ഘട്ടങ്ങളിൽ ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ. ലാലെ, ഞാനതാ പറഞ്ഞത്. ഇപ്പോൾ സുപ്രീം കോടതി പോലും എന്തുകൊണ്ടാണ് ഒരു ഇളവ് കൊടുത്തത്? 2007 സുപ്രീം കോടതി നിലവിലുള്ള ചട്ടങ്ങൾ, ഇപ്പോൾ ഹൈക്കോടതി പുതുതായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഹൈക്കോടതി പഴയ നിയമങ്ങൾ കർശനമായിട്ട് പാലിക്കുക, അതേ ഉള്ളൂ. രാത്രികാലങ്ങളിൽ രാത്രി 10 മുതൽ 6 വരെ അത് പഴയ നിയമമാണ്. അതല്ലാതെ ഹൈക്കോടതി പുതുതായിട്ട് എന്താ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്? എന്റെ ഒരു ചോദ്യം, ശ്രീ സുനിൽകുമാർ അംഗീകരിച്ച് തരില്ലെങ്കിൽ കൂടി ശ്രീ ആർ വി ബാബു, എന്റെ ഒരു ചോദ്യം, ഈ 10 മുതൽ 6 വരെ എന്ന് ഹൈക്കോടതി പറയുന്നതിനകത്ത് എന്തുകൊണ്ട് മാറിയ തൃശ്ശൂരിൽ അതിന് സാധ്യമാകുന്നില്ല? അത്തരത്തിലുള്ള വെടിക്കെട്ടുകൾ ഒരു പ്രഭാതത്തിലെ വെടിക്കെട്ടിലാണല്ലോ ഈ പ്രശ്നം വരുന്നത്. അതെന്തുകൊണ്ട് അങ്ങനെ സാധ്യമാകില്ല എന്നുള്ളിടത്ത് ഏതാചാരമാണ്? അവിടെ ആനയുടെ എഴുന്നള്ളിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഏതാചാരമാണ്, ഏത് പുസ്തകമാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇല്ലില്ല. ഇപ്പോൾ ആനയുടെ എഴുന്നള്ളിപ്പ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അതിനൊക്കെ പതിറ്റാണ്ടുകളായിട്ട് നടന്നു വരുന്ന ക്ഷേത്രങ്ങളിലെ കീഴ്വഴക്കങ്ങൾ അത് ഒറ്റയടിക്ക് മാറ്റിയെടുക്കുക എന്നുള്ളത് ആശാസ്യമല്ല, അത് ശരിയല്ല. അവരെയൊക്കെ വിശ്വാസത്തിലെടുക്കണം, അവരോട് സംസാരിക്കണം. ഇതൊരു വിഷയം. ഞാൻ പറഞ്ഞത് ഒരു കാര്യം കൂടി ലാലെ, കേരളത്തിൽ
സുരക്ഷിതമായ രീതിയിൽ വെടിക്കെട്ട് നടത്താൻ എവിടെയെങ്കിലും പറ്റുമെന്നുണ്ടെങ്കിൽ ലാലെ ഞാൻ പറയുന്നു, അത് സുനിൽകുമാറും അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് അത് തൃശ്ശൂർ പൂരത്തിലാണ്. ശരി, അതല്ല ഞാൻ അംഗീകരിച്ചു തരാം. ശ്രീ സുനിൽകുമാർ അംഗീകരിക്കില്ല, ഒരുപക്ഷെ മറ്റുള്ള പലരും അംഗീകരിക്കില്ലെങ്കിൽ കൂടി ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. ശ്രീ ആർ വി ബാബു, കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമില്ല. സുരക്ഷിതമായി തൃശ്ശൂരിൽ സംഘടനാ വൈഭവം കൊണ്ട് അപകടമുണ്ടാകാതെ കാര്യങ്ങൾ നടത്തുമ്പോഴും അനധികൃതമായി നിയമലംഘനത്തിലൂടെയുള്ള അളവുകളിലൂടെയാണ് കഴിഞ്ഞ വർഷം വരെ കാര്യങ്ങൾ നടത്തിയത് എന്നുള്ളത് അങ്ങ് സമ്മതിച്ചു തരില്ലേ? അല്ല ലാലെ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് കർശനമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാക്കണം. അതിലൊന്നും തെറ്റൊന്നുമില്ല. കർശനമായ നിയന്ത്രണം ഞാൻ മനസ്സിലാക്കിയിട്ട് ഒരു 4 ടയർ സെക്യൂരിറ്റി സിസ്റ്റം അവിടെ നടപ്പിലുണ്ടെന്നാണ്. എക്സ്പ്ലോസീവ്സുകാർ പരിശോധിക്കുന്നുണ്ട്, മലിനീകരണ നിയന്ത്രണ ബോർഡ് പരിശോധിക്കുന്നുണ്ട്, ദേവസ്വം പരിശോധിക്കുന്നുണ്ട്, ഒരു 4 ടയർ സിസ്റ്റം അവിടെ നിലവിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുത്. തൃശ്ശൂർ പൂരത്തില് മറ്റിടത്ത് നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഞാനിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. തൃശ്ശൂർ പൂരത്തിൽ ഞാൻ 1985 മുതൽ 82 മുതൽ ഒരു കൊല്ലം പോലും മുടക്കാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പിറ്റേ ദിവസം വരെ പൂരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ മാത്രമല്ല, ആയിരക്കണക്കിന് ആൾ അങ്ങനെ ചെയ്യുന്നവരാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് 1977 ശേഷം അവിടെ വളരെ സിസ്റ്റമാറ്റിക്കായി വിവിധ വകുപ്പുകൾ തന്നെ പൂരം വെടിക്കെട്ടിൻ്റെ ഓരോ സൂക്ഷ്മാംശങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് വെടിക്കെട്ട് നടത്താറുള്ളത്. അവിടെ 2000 കിലോയുടെ മരുന്ന് ഉപയോഗിക്കാൻ വേണ്ടി കഴിഞ്ഞ ഈ വെടിക്കെട്ട് ദുരന്തത്തിന് ശേഷവും കലക്ടർ ചേർന്ന യോഗത്തിൽ വെച്ച് തീരുമാനമെടുക്കുകയുണ്ടായി. അതിന് കാരണം അവിടെ നടത്തുന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ കാണിക്കുന്ന ശക്തമായ കമ്മിറ്റിക്കാരും ഗവൺമെൻറ്റും പോലീസും ജനങ്ങളും ഒക്കെ കാണിക്കുന്ന ഒരു താല്പര്യമാണ്. ആ താല്പര്യം എന്താണെന്ന് വെച്ചാൽ ഈ ദുരന്തം ആവർത്തിക്കാതിരിക്കണം എന്നുള്ളതുകൊണ്ടാണ്. ഇവിടുത്തെ പ്രശ്നം ഞാൻ പറഞ്ഞൊരു കാര്യം, ദേവസ്വം ബോർഡ് മറ്റു പല സ്ഥലങ്ങളെ പോലെയുള്ള ഇത് ലോകത്ത് പ്രശസ്തമായിട്ട് പൂരവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഓരോ നടപടിക്രമങ്ങളും അവിടുത്തെ കമ്മിറ്റിക്കാരുടെ മാത്രം ഉത്തരവാദിത്വമല്ല, ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ച് അവിടെ ഏതെങ്കിലും രീതിയിൽ വെടിക്കെട്ടിൻ്റെ കാര്യത്തിൽ എവിടെയെങ്കിലും സുരക്ഷാ ലാപ്സസ് ഉണ്ടെങ്കിൽ പരിശോധിക്കട്ടെ. ഇതുവരെ അവിടെ അനധികൃതമായി സൂക്ഷിച്ചതിനെ സംബന്ധിച്ച് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതുവരെ നമ്മുടെ അറിവിലില്ല. ഇല്ലാത്തൊരു കാര്യം എനിക്ക് ഇവിടെ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഇവിടെ ഇല്ലാത്ത കാര്യമുണ്ട്. മറ്റു പല സ്ഥലങ്ങളിൽ നടന്ന ദുരന്തം ഇവിടെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടുത്തെ ദേവസ്വം ബോർഡ് അതിനോട് ശ്രമിക്കുന്നത്. ഒരു കാര്യം, നമ്മൾ ഏത് കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ ജനങ്ങൾ ഒരു കുംഭമേള നടക്കുന്നു, അവിടെ ആനയുമില്ല, അമ്പാരിയുമില്ല, ഒന്നുമില്ല, പക്ഷേ നൂറുകണക്കിന് ആളുകളാണ് അവിടെ തിരക്കിൽപ്പെട്ട് മരിച്ചുപോയത്. അതുപോലെയുള്ള സംഭവങ്ങൾ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം, തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ച് നാം എല്ലാ കാര്യത്തെയും കാണുന്ന മാനദണ്ഡത്തിൽ, മറ്റാഘോഷങ്ങളെ കാണുന്ന മാനദണ്ഡത്തിൽ തൃശ്ശൂർ പൂരത്തെ കാണുന്നത് ശരിയല്ല. കാരണം ലോകപ്രസിദ്ധമായിട്ടുള്ള ഒരു പൂരം എന്ന നിലയിൽ അതിനെ കാണുന്നതിന് ചരിത്രപരമായിട്ടും ധനുവച്ചപുരം സുകുമാരനിലേക്കും വരുന്നതിന് മുമ്പ് ശ്രീമതി ബിന്ദു കൃഷ്ണയുടെ ഒരു കാര്യം ഈ ഘട്ടത്തിൽ, ഇപ്പോൾ ശ്രീ സുനിൽകുമാർ പറഞ്ഞതുപോലെ സർക്കാർ ഇതിനകത്ത് കുറച്ചുകൂടി ഇടപെടൽ നടത്തേണ്ടതുണ്ട്. തൃശ്ശൂർ പൂരം വെറും ഒരു ക്ഷേത്രാചാരപരമായ കാര്യമല്ല, അതൊരു ലോകപ്രശസ്തമായ, കേരളത്തെ ഈ ദിവസങ്ങളിലൂടെ ലോകമറിയുന്ന ഒരു വലിയ അത്ഭുതം തന്നെയാണ് അത്. ആ അത്ഭുതത്തെ സുരക്ഷിതമായി, പരാതികളില്ലാതെ നിയമപരമായി കൈകാര്യം ചെയ്യുന്നതിന് വേണ്ട ഇടപെടലുകളാണോ നടന്നുകൊണ്ടിരിക്കുന്നത്? ഡോക്ടറുള്ള എല്ലാ ജനകീയ ഗവൺമെന്റുകളുടെയും എല്ലാ കാര്യങ്ങളിലെയും താല്പര്യം അത് തന്നെയാണ്. കുറച്ചുകൂടി അതുകൊണ്ട് ആളുകളുടെ ആകമാന സ്വകാര്യ അഭിമാനത്തെ തൃശ്ശൂർ പൂരം ആ ശ്രീമതി ബിന്ദു കൃഷ്ണ, ആ ടെലിഫോൺ ലൈനിൽ ഒരു പ്രശ്നമുണ്ട്. ഈ ചോദ്യത്തിന്റെ മറുപടി അങ്ങ് കൃത്യമായി പറഞ്ഞതിന് ശേഷം മാത്രമേ അങ്ങ് അടുത്ത വേദിയിലേക്ക് പോകൂ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ അതിനു മുമ്പ് ഒന്ന് ശ്രീ രാഹുൽ ഈശ്വറിലേക്ക് ഒന്ന് വരട്ടെ. ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പോൾ ശ്രീ ആർ വി ബാബുവുമായി ഞാൻ നടത്തിയ ഒരു തർക്കം അങ്ങ് ശരിക്കും കേട്ട് കാണും. അതിനകത്ത് വന്ന 2 കാര്യങ്ങൾ, ഒന്ന് ഈ ആനയുമായി ബന്ധപ്പെട്ടത്, മറ്റൊന്ന് വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടത്. ഇത് രണ്ടും അങ്ങയുടെ കുടുംബക്കാരും ബാക്കി ശബരിമലയുമായി ബന്ധപ്പെട്ടവരും ഇന്ന് ഒരിടത്തും കണ്ടിട്ടില്ലാത്തതാണെന്നും നിരോധിക്കേണ്ടതാണെന്നും പറഞ്ഞതാണ്. ഇതാരും മനസ്സിലാക്കും. 2 കാര്യങ്ങൾ. ഒന്ന്, ഹൈക്കോടതിയുടെ ഈ സമീപനം വളരെ സ്വാഗതാർഹമാണ്. ശ്രീ സുനിൽകുമാർ പറഞ്ഞത് ഒരു വിശ്വാസി എന്ന നിലയിൽ എനിക്ക് അത്യധികം സന്തോഷമുണ്ടാക്കുന്നതും വളരെ പ്രശംസാർഹമായ കാര്യങ്ങളാണ് ശ്രീ സുനിൽകുമാർജി പറഞ്ഞത്, ശ്രീമതി ബിന്ദു കൃഷ്ണ പറഞ്ഞത്. അതുകൊണ്ടല്ല, അതിന് കാര്യം രാഷ്ട്രീയ നേതൃത്വം വളരെ സെൻസിറ്റീവായ ഇതിനെ കാണുന്നു, ഓരോ വിഷയവും വിഷയത്തിനനുസരിച്ച് കാണുന്നു എന്നുള്ളതാണ്. ശബരിമല തന്ത്രിയും മേൽശാന്തിയും പറഞ്ഞത് കർശനമായ നിയന്ത്രണങ്ങളോടുകൂടി സേഫായിട്ട്
ഇത്തരം കാര്യങ്ങൾ നടത്തണം എന്ന അർത്ഥത്തിലാണ് അവർ സൂചിപ്പിച്ചിട്ടുള്ളത്. പലപ്പോഴും പറ്റുന്നത് ഒരു ഉദാഹരണം പറയാം. 2011 വരെ മകരവിളക്കിൻ്റെ ദിവസം ജനുവരി 14 രാത്രിയിൽ ഈ രീതിയിൽ കമ്പക്കെട്ടുകൾ പൊട്ടിക്കുന്ന ഒരു ശീലമില്ലായിരുന്നു. 2011 പെട്ടെന്ന് തുടങ്ങിയാണ്. ഇപ്പോൾ അത് എല്ലാ വർഷവും നടത്തുന്ന വലിയ രീതിയിലുള്ളൊരു ആചാരമായി മാറി. ഹൈന്ദവ സംഘടനാ സംവിധാനങ്ങൾക്ക് പലപ്പോഴും ഒരു ഏകീകൃത ക്രോഡീകൃത സ്വഭാവമില്ല എന്നുള്ള സത്യമാണ്. തീർച്ചയായും വെടിക്കെട്ട് വേണം, ആന എൻ്റെ അവകാശമാണ്, കമ്പക്കെട്ടിൻ്റെ അവകാശമാണ്. പക്ഷേ ഈ അവസരത്തിൽ നമ്മൾ ശ്രമിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ സെലിബ്രേഷന് ചിലവാകുന്ന കാശിലൊരു നല്ല ഭാഗം ചാരിറ്റിക്കും കൂടെ വേണ്ടി മാറ്റിവെക്കുന്ന ഒരു ചിന്താ പദ്ധതി ഉണ്ടാക്കുകയാണ്. 1 കോടി രൂപയ്ക്ക് വെടിക്കെട്ട് നടത്തുന്നതിന് പകരം ഒരു 50 ലക്ഷം രൂപയ്ക്ക് വെടിക്കെട്ട് മാനയും ബാക്കി 50 ലക്ഷം രൂപയ്ക്ക് ഒരു ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്ട്സ് ഉള്ള കാര്യങ്ങളിലേക്ക് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ, മന്നത്ത് പത്മനാഭൻ പറഞ്ഞതുപോലെ ഒരുപാട് അതുകൊണ്ട് ഈ അപകടം കുറയ്ക്കാൻ പറ്റില്ല. ഈ ആചാരം ദുരാചാരമാകുന്നുണ്ടെങ്കിൽ അതിനെ തടയാൻ പറ്റില്ല. ആചാരങ്ങൾ മനോഹരമാണ്. കച്ചവടം എന്ന് ചിലർ പറയുന്ന ഒരു കാര്യമുണ്ട്. അല്ല, ശ്രീമതി ബിന്ദു കൃഷ്ണ ഇപ്പോൾ കൃത്യമായ റേഞ്ചിൽ വന്നിട്ടുണ്ട്. ശ്രീമതി ബിന്ദു കൃഷ്ണ, സർക്കാരുകൾ ഇടപെടേണ്ട രീതിയിൽ ഈ കാര്യത്തിൽ തൃശൂർ പൂരത്തിന്റെ കാര്യത്തിലെങ്കിലും വേണ്ട രീതിയിൽ ഇടപെടുന്നു എന്നതായിരുന്നു എന്റെ ചോദ്യം. തൃശൂർ പൂരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ സാംസ്കാരിക പൈതൃകം പേറുന്ന ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും ഒക്കെ തന്നെ എല്ലാ ജനകീയ ഗവൺമെന്റുകളും എല്ലാ കാലത്തും നിൽക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴത്തെ ഗവൺമെന്റും ചെയ്യുന്നത്. പക്ഷെ നിയമം അവരെ ഓർമ്മിപ്പിക്കുകയും ജില്ലാ കൃത്യമായിട്ടും സർക്കാർ എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്കുള്ള സംശയം ഇതേപോലെയാണ്. ഇപ്പോൾ ബിന്ദു കൃഷ്ണ പറഞ്ഞതുപോലെ തന്നെയാണ്. അത് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയി പോകുന്നു. ഈ വിഷയം വളരെ സെൻസിറ്റീവായി കാണാനേ കഴിയൂ. കാര്യം ഓരോ ജനതയ്ക്കും ഇത് കോടതി പറഞ്ഞാണ് കൃത്യം, സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമാണ്. മുഖ്യമന്ത്രിയുടെ സമീപനം, ഇന്ന് CPM-ഉം കോൺഗ്രസും BJP-യും അടക്കമുള്ള സർവകക്ഷി യോഗത്തിലെടുത്ത സമീപനം ശരിയാണ്. പലപ്പോഴും ഈ പറച്ചിലിനപ്പുറം പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആദർശപരമായൊരു നിലപാടും സാമൂഹിക യാഥാർത്ഥ്യങ്ങളുമായി ഒരു ബാലൻസ് നടത്തേണ്ടി വരുന്നു. ആ ബാലൻസിങ്ങിലാണ് പലപ്പോഴും ഒരു അയാഥാർത്ഥികമായ ഒരു എക്സ്ട്രീം സ്റ്റാൻഡ് എടുക്കുന്നതിന് പകരം പുതിയ ചില ചിന്താ പദ്ധതികൾ ഇവരിലേക്ക് എടുക്കുകയും ജനങ്ങളിലേക്ക് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി കൊണ്ടുവരികയും വേണം. ശ്രീ സുനിൽകുമാർ വളരെ ഗംഭീരമായി വിശദീകരിച്ച പോലെ തൃശ്ശൂർ പൂരത്തിൻ്റെ 1000 ആണ്ടപ്പുറത്തുള്ള ചരിത്രം കേരളത്തെ ലോക ഭൂപടത്തിൽ കൊണ്ടുചെന്നെത്തിക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും വിഷയത്തിന്റെ സെൻസിറ്റിവിറ്റി മനസ്സിലാവാതാണ് പമീല ആൻഡേഴ്സൺ നമ്മുടെ മുഖ്യമന്ത്രിക്ക് എഴുത്തെഴുതിയിരിക്കുന്നു തൃശ്ശൂരിൽ ആനകളെ പീഡിപ്പിക്കരുതെന്ന്. ഇവർക്ക് ആനകളെ കുറിച്ച് ആനകളെ ഇഷ്ടപ്പെടാത്ത മൃഗസ്നേഹികളായ ഒരുപാട് പേരെ അംഗീകരിക്കുന്ന ആനകളെ സ്നേഹിക്കുന്നവരാണ് ഞങ്ങളെല്ലാം. ഫാഷനബിളായ ഈ ആനിമൽ ആക്ടിവിസ്റ്റുകളെക്കാൾ ആനകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചാൽ, തെറ്റു ചൂണ്ടിക്കാണിച്ചാൽ പരിഹരിക്കുന്ന, ആനകളെ നമ്മുടെ ജൈവ ആവാസ വ്യവസ്ഥയുടെ ഭാഗമായി ആനയും പശുവിനെയും ഒക്കെ കാണുന്ന ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. എത്ര കടുത്ത നിയന്ത്രണങ്ങൾ വേണമെങ്കിൽ തരിക, കടുത്ത ഒരുപാട് നിയന്ത്രണങ്ങളും റെസ്ട്രിക്ഷൻസ് തരിക, പക്ഷെ ഒരു ബാൻ എന്നുള്ളത് അൺറിയലിസ്റ്റിക് ആണ്, നടക്കാത്തതാണ്. ഒരു കാര്യം കൂടെ, ഇവിടെ ജാതി ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ശ്രീ രാഹുൽ ഈശ്വർ, താങ്കളെ പോലുള്ള ഒരാൾ ഈ പുറത്തുനിന്ന് നോക്കി മനസ്സിലാക്കി പറയുന്ന ഒരു നിരീക്ഷണമല്ല ഞാൻ ഈ കാര്യത്തിൽ RV ബാബുവിനെ പോലുള്ളവർക്ക് കൊടുക്കേണ്ട മറുപടിയായി ഒരു വരി കൃത്യമായത് പറയാം, വിഷമത്തോടെ പറയട്ടെ. കഴിഞ്ഞ ഒരു 2500-ലധികം അമ്പലങ്ങൾ വിസിറ്റിംഗിൽ ഞാൻ നടത്തിയിട്ടുണ്ട്. നമ്മുടെ അമ്പലങ്ങളിൽ സംഭവിക്കുന്നത് എന്താ? പലപ്പോഴും ഒരു ഇന്നർ എസൻസ് ഇല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മീയ പഠനമോ യോഗയോ ഇല്ല. പലപ്പോഴും ഒരു ടൂറിസ്റ്റ് പ്ലേസസും കാർണിവൽ പ്ലേസസുമായി മാത്രം നമ്മുടെ അമ്പലങ്ങൾ ചിലയിടത്ത് ചുരുങ്ങുന്നുണ്ടല്ലോ, സത്യമാണ്. നമ്മുടെ മുസ്ലിം സമുദായത്തിന് വെള്ളിയാഴ്ച ഉച്ചയുള്ളതുപോലെ, ക്രിസ്ത്യൻ സമുദായത്തിന് ഞായറാഴ്ച രാവിലെ ഉള്ളതുപോലെ സ്പിരിച്വൽ കണ്ടന്റോ പഠനങ്ങളോ ഇല്ല. പലപ്പോഴും കണ്ടിട്ടുള്ള ഒരിക്കലുമല്ല ഉള്ളിലെ എംജിനെസ് മറയ്ക്കാൻ. ഞാൻ ഇടപെടുകയാണ് ശ്രീ സുനിൽകുമാർ, എനിക്കത് മനസ്സിലായി. ഞാൻ അതിലേക്ക് വരുന്നില്ല. ഈ നാട്ടിലെ ഇടതുപക്ഷ ചിന്തകരുടെ പ്രശ്നം ഏതെങ്കിലും രീതിയിൽ ആത്മീയ വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം അങ്ങനെ അല്ല. അതായത് ഹിന്ദു മതത്തിന് ഇപ്പോ ഇവിടെ മുഹമ്മദ് നബിയെ പോലെയോ അല്ലെങ്കിൽ പിന്നെ യേശുക്രിസ്തുവിനെ പോലെ പ്രവാചകനോ നേതാവെന്നോ മതമല്ല. അപ്പൊ അതുകൊണ്ട് ഹിന്ദു മതത്തിന്റെ രീതികൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഇവർക്ക് കഴിക്കുന്ന ആചാരമുള്ളവരുണ്ട്, നേരെ വിരുദ്ധമായ ആചാരമുള്ളവരുണ്ട്. ഇവിടെ ഒരു കാര്യം പറയും, ശ്രീരാമനെ ആരാധിക്കുന്നവരുണ്ട്, രാവണൻ ആരാധിക്കുന്നവരുണ്ട്. ഇതൊക്കെ ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകളാണ്.
അപ്പൊ ആത്മീയ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേകമായ വിഭാഗത്തിന് കൊടുക്കുന്ന വിദ്യാഭ്യാസം മാത്രമല്ല, അതിൻ്റെതായ ഇപ്പം മുസ്ലിം മതം കൊടുക്കുന്നതിനും ക്രിസ്ത്യൻ മതം കൊടുക്കുന്ന ആത്മീയ വിദ്യാഭ്യാസത്തിന് ചില പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ ഏകീകൃതമായ പദ്ധതിയാണ്. ഹിന്ദു മതത്തിന്റെ ആത്മീയ പദ്ധതി എന്ന് പറയുന്ന ഏകീകൃതമായ പദ്ധതി. അമ്പലത്തിൽ കയറാൻ അവകാശമില്ലാതിരുന്ന ഹിന്ദുക്കൾ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അതെ, അമ്പലത്തിൽ കയറാൻ അവകാശം ഞാൻ പ്രതിദാനം ചെയ്യുന്ന സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു 100 കൊല്ലം മുമ്പ് അമ്പലത്തിൽ കയറാൻ അവകാശം ഉണ്ടായിരുന്നില്ല. ശബരിമലയിൽ കഴിഞ്ഞ 1000 വർഷം എല്ലാവർക്കും കയറാറുന്നില്ലേ? ശബരിമലയിൽ കഴിഞ്ഞ 1000 വർഷം എല്ലാവർക്കും കയറാൻ പറ്റില്ലായിരുന്നു. സുനിൽകുമാർ, ഞാൻ തിരിച്ചെത്താം. ശ്രീ ധനുവച്ചപുരം സുകുമാരൻ കൂടി കുറച്ചു നേരമായി ശ്രീ യുക്തിവാദി സംഘത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് അദ്ദേഹം. ശ്രീ സുകുമാരൻ, ഈ വിഷയത്തിൽ ഇന്നിപ്പോ നിങ്ങൾ പിടിച്ചെടുത്തും അല്ല കാര്യങ്ങൾ പോയിരിക്കുന്നത്. എവിടെയാണ് നിങ്ങളിപ്പോൾ ഈ വിഷയത്തെ കാണുന്നത്? ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനം രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ടാണ്, വോട്ട് രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ തീരുമാനം എടുക്കുന്നത്. ഞങ്ങൾക്ക് വ്യക്തമായ നിലപാടുണ്ട്. കരിയും വേണ്ട, കരിമരുന്നും വേണ്ട എന്നുള്ള കാര്യം. ഇത് രണ്ടും മനുഷ്യനെ കുരുതി കൊടുത്തുള്ള ഒരു ആഘോഷവും വേണ്ട എന്നുള്ള കാര്യമാണ്. അത് എത്രയോ കാലമായിട്ട് ഞങ്ങൾ വയ്ക്കുന്ന ഡിമാൻഡാണ്. കാരണം ഇപ്പോൾ ഇന്നലത്തെ പത്രത്തിൽ ഒരു വാർത്തയുണ്ട്, ഗുരുവായൂരിൽ 47-57 ആനയുണ്ട്, 200 ഏക്കർ ഭൂമി കൂടെ വേണമെന്ന് പറഞ്ഞു. എന്തിനാ 47-57 ആനയെ ഗുരുവായൂർ നടയിൽ കെട്ടിയിട്ടേക്കുന്നത്? എന്തിനാണ്? ആനയെ കാട്ടിലേക്ക് വിടുക, ആഹാരം കണ്ടെത്തിക്കോളും, അത് ജീവിച്ചോളും, ഇവരാരും സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുപോലെ തന്നെ വെടിവരുന്ന മനുഷ്യനെ കുരുതി കൊടുത്തുള്ള ഒരു ആഘോഷവും വേണ്ട. നമ്മൾ കാണേണ്ടത് പരവൂരിലെ 119 പേര് അല്ലെങ്കിൽ 150-160 ആ കുടുംബങ്ങളെ കാണണം. ആ കുടുംബങ്ങളെ ഒരു മതവും സംരക്ഷിക്കില്ല. അത്രയും കുടുംബങ്ങൾ അനാഥമാവുകയാണ്. ഇത് കുറേ പേരുടെ ആഘോഷത്തിന് വേണ്ടിയാണ്. അത് നിരോധിക്കേണ്ട ആവശ്യം. കാരണം മുരളി തുമ്മാരക്കുടി അദ്ദേഹം ഐക്യരാഷ്ട്രസഭയുടെ ദുരന്ത ലഘൂകരണ സമിതിയുടെ മേധാവിയാണ്. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിൽ ഒരിടത്തും വെടിമരുന്ന് അല്ലെങ്കിൽ കരിമരുന്ന് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ശാസ്ത്രീയമായി പഠിക്കുന്ന ഒരു സ്ഥാപനം പോലും ഇന്ത്യയിലില്ല. ഇത് ആരായവർ നിയന്ത്രിക്കുന്നത്? ആശാനെ കണ്ട് ആശാൻ്റെ മകൻ ചെയ്യുന്നു, ആ മകനെ കണ്ട് അടുത്ത ആൾ ചെയ്യുന്നു. ഇത് പ്രാകൃതമായൊരു പരിപാടിയാണത്. അത് നമ്മൾ ഏറ്റവും വേഗത്തിൽ നിരോധിക്കേണ്ടത് ജനങ്ങളുടെ ആവശ്യമാണ്, മനുഷ്യരുടെ ആവശ്യമാണ്. ഞങ്ങളുടെ മനുഷ്യർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. ഞാൻ തിരിച്ചു വരാം. പ്രമുഖനായ ആനപ്രേമി കൂടിയാണ് ശ്രീ വെങ്കടാചലം, അദ്ദേഹം കൂടി നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ വെങ്കടാചലം, ഇന്നിപ്പോൾ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പ്രത്യേക ചില ഇളവുകൾ സുപ്രീം കോടതിയുടെ ഉത്തരവിന് വിധേയമായി ഇന്ന് ഹൈക്കോടതി അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ഈ ആനകളുടെ കാര്യത്തിൽ പ്രത്യേക ചില ക്രമീകരണങ്ങൾ ഒരുക്കണം എന്നുകൂടി ഉത്തരവിൽ പറയുന്നുണ്ട്. അതനുസരിച്ച് കാര്യങ്ങൾ പോകുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന പരാതിക്ക് അറുതി ഉണ്ടാകുമോ? പരാതി ഞങ്ങൾ 2 കൈയും 2 കാലും ഉപയോഗിച്ച് ഇക്കൊല്ലത്തെ പൂരത്തിനെതിരെ പരാതി എഴുതേണ്ടി വരും. ബഹുമാനപ്പെട്ട ഈ തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ തൃശ്ശൂർ നഗരത്തില് പൂങ്കുന്നത്തിനടുത്തൊരു വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നതാണ്. അദ്ദേഹം ഇക്കൊല്ലം സഹജഡ്ജിനോടൊപ്പം ആ വീട്ടിന്റെ ടെറസിലിരുന്നിട്ട് രാത്രി ഇവര് പൂരത്തിന് നടത്തുന്ന വെടിക്കെട്ടും പകല് നടത്തുന്ന ആനപ്പൂരവും ഒന്ന് നിരീക്ഷിക്കേണ്ടതാണ്. ഇപ്പൊ തേക്കിൻകാട് മൈതാനത്തില് 800 ഡൈനാമിറ്റിന്റെ കുഴി കുഴിച്ചിട്ടുണ്ട്. 15 അമിട്ടിന്റെ ഇരുമ്പ് ബാരല് കുഴിച്ചിടാനായിട്ട് അവിടെ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് വിധിച്ച വിധി പരിസ്ഥിതി പ്രവർത്തകരെയും മൊത്തം ജനങ്ങളെയും ഞെട്ടിക്കുന്നതാണ്. ഈ തൃശ്ശൂർ പൂരക്കാർക്ക് മാത്രം രാത്രി 10-നും 6-നും ഇടയ്ക്ക് പടക്കം പൊട്ടിക്കാൻ അനുമതി കൊടുക്കണമെന്നും ബാക്കിയുള്ളവരൊന്നും അത് ചെയ്യാൻ പാടില്ല എന്നും 125 ഡെസിബിലിൽ കുറവ് സൗണ്ടുള്ള സാധനം മാത്രമേ പൊട്ടിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ അദ്ദേഹം ഈ പൂരപ്പറമ്പിൽ കുഴിച്ചിട്ടിരിക്കുന്ന ഡൈനാമിറ്റ് പൊട്ടിക്കാനുള്ള കുഴിയും അമിട്ടിന്റെ ഇരുമ്പ് ബാരൽ ഇറക്കാനുള്ള കുഴിയും മൂടാനായിട്ട് അടിയന്തരമായിട്ട് നിർദ്ദേശം കൊടുക്കണം. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ 125 ഡെസിബില് ചൂടെ ശബ്ദം ഉണ്ടാകുന്ന പടക്കം എന്ന് പറഞ്ഞാല് ശിവകാശിയിൽ നിന്ന് കിട്ടുന്ന റിമോട്ട് ഉപയോഗിക്കുന്ന അമിട്ടാണ്, ചെറിയ അമിട്ടാണ്. ഈ ചെറിയ അമിട്ട് ഈ തൃശ്ശൂർ പൂരക്കാര് സാധാരണ പറയാറ് മനുഷ്യന് ശബ്ദം കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള അമിട്ടാന്നാണ് പറയാറ്. മാത്രമല്ല ഈ എക്സ്പ്ലോസീവ് റൂളില് വ്യക്തമായിട്ട് പറയുന്നത് വൈകുന്നേരം 6 മുതൽ കാലത്ത് 6 വരെ എക്സ്പ്ലോസീവ് സാധനങ്ങൾ ആരും കൈകാര്യം ചെയ്യാൻ പാടില്ല എന്നാണ്. മാത്രമല്ല ആ റൂൾ തന്നെ പറയുന്നുണ്ട്, 2020 റൂൾ പറയുന്നുണ്ട്, ഒരു ഉദ്യോഗസ്ഥനും ഒരു വ്യക്തിയും ഈ റൂളില് എക്സംഷൻ കൊടുക്കാൻ പാടില്ല, ഇളവ് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഹൈക്കോടതിയിലത്തെ ജഡ്ജിമാർക്ക് ഇതിന് ഇളവ് കൊടുക്കാമെന്ന് ആ എക്സ്ക്ലൂസീവ് റൂളിൽ എവിടെ പറയുന്നില്ല. മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ജില്ലാ കളക്ടർ മാധ്യമങ്ങളോട് പറഞ്ഞൊരു വാർത്തയുണ്ട്.
2006 ഞങ്ങൾ ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തപ്പോ ഈ വെടിക്കെട്ടിനുള്ള കേസിൽ വിധിച്ചത് ശബ്ദമലിനീകരണ ചട്ടം പാലിച്ചിട്ട് രാത്രി വെടിക്കെട്ട് നടത്താവുന്നതാണ്. തൃശ്ശൂർ കളക്ടർ ഇപ്പൊ പറയണത് തൃശ്ശൂർ കളക്ടറേറ്റുള്ള രേഖകൾ പ്രകാരം 2006 മുതൽ കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്ന കളക്ടർമാര് തൃശ്ശൂർ പൂര സംഘാടകരുമായി ഒത്തുചേർന്ന് എക്സ്പ്ലോസീവ് റൂൾ 2008 ശബ്ദമലിനീകരണ ചട്ടവും അട്ടിമറിക്കാൻ കൂട്ടുന്നതിനുള്ള തെളിവുണ്ടെന്നാണ്. യെസ്, ഞാൻ വരാം ശ്രീ വെങ്കടാചലം. എനിക്ക് ശ്രീ ആർ വി ബാബുലേക്കും ശ്രീ വി എസ് സുനിൽകുമാറിലേക്കും പോകുന്നതിന് മുമ്പ് ശ്രീ രാഹുൽ ഈശ്വർ, ഞാൻ നേരത്തെ താങ്കളോട് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല. അതായത് ഈ പറയുന്ന കാര്യത്തിൽ ഇപ്പോൾ ശ്രീ വെങ്കടാചലം ഉൾപ്പെടെയുള്ള അവരുടെ കൺസേൺ, അവരൊക്കെ ഉൾപ്പെടെ ശ്രീ സുകുമാരൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ കാര്യങ്ങൾ, ഇവരുടെ ശക്തി ചിലപ്പോൾ കുറവായിരിക്കാം, ഇവരുടെ ശബ്ദം ചിലപ്പോൾ വളരെ ചെറുതായിരിക്കാം, പക്ഷേ ഇവർ പറയുന്ന വാദത്തിന് നിങ്ങളുടെ ഭാഗത്ത് ഞാൻ കുഴപ്പം കാണുന്നില്ല. അങ്ങ് അത് അംഗീകരിച്ചതാണ്, അങ്ങയുടെ ഈ തന്ത്രി സമൂഹം പോലും അത് അംഗീകരിച്ചതാണ്, ഇന്ന് പറഞ്ഞതാണ് ഇത് ആചാരങ്ങളുടെ ഭാഗമല്ല എന്ന്. എന്നിട്ടും എന്തുകൊണ്ട് ആ കാര്യം തുറന്നു പറഞ്ഞുകൊണ്ട് ശ്രീ ആർ വി ബാബുവിന് അടുത്ത ഉത്തരം പറയാനുള്ള അവസരം നൽകുന്നില്ല? NSS, SNDP, ശിവഗിരി മഠം, ശ്രീ രവിശങ്കർജി, തന്ത്രി സമൂഹം അടക്കം പലരും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. സ്ട്രിക്ട്ലി പറഞ്ഞാൽ ആചാരാനുഷ്ഠാനങ്ങളെക്കാൾ കൂടുതൽ നമ്മുടെ ചരിത്രപരമായ ശീലങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവ വന്നിരിക്കുന്നത്. അപ്പൊ അല്ലെന്ന് പറയാൻ പറ്റില്ല, കാര്യം അതാണ് സത്യം. നമ്മുടെ ചരിത്രമെല്ലാം അങ്ങനെയാണ് ശ്രീരാജൻ, എല്ലാം അങ്ങനെയാണ്. അത് പക്ഷെ മാറുന്നില്ല, ഈ ചരിത്രം മാറുന്നില്ല, ഇത് മുറുകെ പിടിക്കുന്നു, ഇത് മാറ്റാൻ അനുവദിക്കുന്നില്ല. ഭരണഘടനാപരമായ ശക്തമായ നിയന്ത്രണമുണ്ട്. ഭരണഘടനയിൽ മതം പറയുന്നത് 25-26 മതം പറയുന്നിടത്ത് യുക്തിവാദികൾ പൊതു ധാർമ്മികതയ്ക്കും ഒരു പരിസ്ഥിതിക്കും ക്രമസമാധാനത്തിനും വിധേയമായിട്ടല്ലാതെ ഒരു മതസ്വാതന്ത്ര്യവും ഇന്ത്യൻ സുകുമാരൻ പറഞ്ഞ അർത്ഥത്തിലേക്ക് ഞാൻ താങ്കളെ കൊണ്ടുപോകുന്നില്ല. ശ്രീ സുകുമാരൻ അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്ക് അനുസൃതമായത് പറയുന്നു. പക്ഷെ എന്റെ ചോദ്യം അതല്ല. ഈ പറയുന്ന സന്തുലിതമായ ഒരു അവസ്ഥയെ കുറിച്ച് ആലോചിച്ചാൽ പോലും ഈ അതെ ആ ബാലൻസ് എന്നുള്ളതിന് ആർക്ക് വേണ്ടിയാണ് ഞങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വെടിക്കെട്ട് നടത്തുമെന്ന് പറയിക്കരുത്. അത് ശരിയായ ഈ സാധാരണ ഭക്തനെ കൊണ്ട് ഇത് പറയിക്കുന്ന സമീപനമാണ്. ഒരു സാധാരണ ഭക്തനെ അല്ല ഞാൻ ഈ ചർച്ചയ്ക്ക് വിളിച്ചത്. രാഹുൽ, ഒരു സാധാരണ ഭക്തനുണ്ടാകുന്ന വികാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെ തന്ത്രി സമൂഹം പോലും അംഗീകരിക്കാത്ത ഒരു കാര്യത്തെ അങ്ങനെയാണ് സാധാരണ ഒരു ഭക്തന്റെ വക്താവായി മാറുന്നത്. മറുപടി പറയും. ഇതിന്റെ പ്രശ്നം അമിതമായിട്ടൊരു എക്സ്ട്രീം സ്റ്റാൻഡ് എടുത്താൽ, ഇത് എന്റെ അഭിപ്രായം എന്നല്ല, ഞാൻ പോകുന്ന പ്രസംഗങ്ങളിലെല്ലാം ഇതിന് പകരം ചാരിറ്റി ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഹിന്ദു ഐക്യവേദി അടക്കമുള്ള പല പ്രസ്ഥാനങ്ങളും ഈ ശീലം കുറച്ച് ചാരിറ്റിയിലേക്ക് പോകണമെന്നും അന്നദാനം അടക്കമുള്ള അതവിടെ നിൽക്കട്ടെ. ശ്രീ രാഹുൽ, എന്റെ ചോദ്യം അതല്ല. രാഹുൽ വ്യക്തിപരമായ ആ പ്രസംഗം നടത്തുന്നുണ്ടാകാം. രാഹുൽ, അതല്ല എന്റെ ചോദ്യം. ഈ അന്ധമായ രീതിയിൽ ഇതിനെ എതിർക്കുക എന്നുള്ളതും അല്ല ഞാൻ പറയുന്നത്. ഇന്നത്തെ ദിവസം തൃശ്ശൂർ പൂരത്തെ കുറിച്ചുള്ള ഈ ചർച്ച വരുമ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആർ വി ബാബുവിന്റെ ഹിന്ദു ഐക്യവേദിയും അങ്ങയുടെ സമൂഹവും ഒക്കെ പറയേണ്ട ചില കാര്യങ്ങൾ മറച്ചു വെച്ച് പറയേണ്ട കാര്യമില്ല, പറയാം ശക്തമായി. NSS, SNDP, തന്ത്രി സമാജം, തന്ത്രിമാർ, ശിവഗിരി മഠം, ശ്രീ രവിശങ്കർ, മാതാമൃതാന്റെ മഠത്തിലെ പലരും അടക്കം സൂചിപ്പിച്ചിട്ടുണ്ട്. കുറെ കൂടെ ക്രിയാത്മകമായ മനുഷ്യർക്ക് ഗുണമുണ്ടാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഈ ആഘോഷങ്ങളും ആചാരങ്ങളും നിൽക്കുന്നതിനോടൊപ്പം വേണമെന്ന്. അതിനൊറ്റ വരിയേ ഉള്ളൂ. അത് തന്നെയാണ് എന്റെ ചോദ്യവും താങ്കളോട് വരുന്നത്. അതായത് ഈ പറയുന്ന രാഹുൽ ഈശ്വർ എണ്ണിപ്പറഞ്ഞ സമൂഹങ്ങൾ മുഴുവൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നത്, അവരെ കൊണ്ട് ഇപ്പോൾ അങ്ങനെ താല്പര്യപ്പെടുത്താൻ ഇടയാക്കിയത് ഒരുപക്ഷെ 110 പേരുടെ ജീവൻ പൊലിഞ്ഞപ്പോഴുണ്ടായ ഒരവസ്ഥയായിരിക്കാം. അപ്പോഴെങ്കിലും അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ ഉണരേണ്ട സമയത്ത് ഇങ്ങനെ ഉണ്ടാകുന്ന വികാരത്തിൻ്റെ പുറത്ത് ഒരു സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഉത്സവത്തിൻ്റെ ഭാഗമായി പെട്ടെന്ന് അത് ഇല്ലാതാകുന്നു എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ചില സമരങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അതിനെ പുഷ്ടിപ്പെടുത്തുക എന്നുള്ളതാണോ നിങ്ങൾ ചെയ്യേണ്ടത്? ലാലെ, ഒരു കാര്യം നമ്മൾ കുറച്ച് അവധാനതയോടെ ചിന്തിക്കേണ്ടതുണ്ട്. ഒരു അപകടത്തിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് അതിന് സമാനമായ മറ്റ് പരിപാടികളൊക്കെ നിരോധിക്കലാണോ അഭികാമ്യമായിട്ടുള്ളത്? ഞാൻ ആ ഒറ്റ വിഷയത്തിൽ മാത്രമാണ് പറയുന്നത്. അപകടത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അപകടം ഉണ്ടായി. പുറ്റിങ്ങലിൽ 113 പേര് കൊല്ലപ്പെട്ട ഒരു ദാരുണമായ സംഭവം ഉണ്ടായി. 4000 പേരാണ് ഒരു വർഷം വാഹനാപകടങ്ങളിൽ കൊല്ലപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ വാഹനങ്ങളൊന്നും പുറത്തിറക്കാൻ പാടില്ല എന്ന് നാളെ നമുക്ക് തീരുമാനിക്കുമോ? അപ്പോൾ സുഹൃത്തെ, ഞാൻ പറഞ്ഞോട്ടെ,
സുഹൃത്തെ ട്രൈബ്യൂണൽ പ്രകാരം പൈസ കൊടുക്കുന്നുണ്ട്. വെടിക്കെറ്റിൽ ആള് മരിച്ചു കഴിഞ്ഞാൽ ലൈസൻസ് ആണ് കൊടുക്കേണ്ടത്. ലൈസൻസ് മരിച്ചാൽ 10 പൈസ ആർക്കും കിട്ടില്ല. അത് ഈ മഹാനായ അന്വേഷിക്കണം. വെറുതെ ഇങ്ങനെ പറയരുത്. വണ്ടി അടിച്ച ആള് മരിച്ചാൽ നഷ്ടപരിഹാരം കൊടുക്കാൻ വളരെ വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. വെടിക്കെറ്റിൽ ആള് മരിച്ചു കഴിഞ്ഞാൽ സർക്കാർ പോലും 10,000 രൂപ കൊടുക്കുള്ളൂ. അതെല്ലാവരും മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ പറഞ്ഞോളൂ ശ്രീ ആർ വി ബാബു. അങ്ങനെയാണെങ്കിൽ സുഹൃത്തെ ഇടയ്ക്ക് സംസാരിക്കാതിരിക്കൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടേണ്ടത് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള വ്യവസ്ഥ വേണം എന്നാണ്. പറഞ്ഞോട്ടെ. ശരി ശ്രീ വെങ്കടാചലം, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ആർ വി ബാബു അതിന് മറുപടി പറയുന്നു. ലൈസൻസ് മരിച്ചു കഴിഞ്ഞാൽ താങ്കൾ നഷ്ടപരിഹാരം കൊടുക്കുമെന്ന് പറയണം. ഇതിനകത്ത് വെങ്കടാചലം ഇപ്പോ കഴിഞ്ഞ ദിവസം കൽക്കട്ടയില് ഫ്ലൈ ഓവർ തകർന്ന് 100-ലേറെ പേർ മരിച്ചു. അത് ആര് നഷ്ടപരിഹാരം കൊടുക്കും? സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കുന്നു. ഇവിടെയും സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കുന്നു. വെങ്കടാചലം പുല്ലുമേട് ദുരന്തമുണ്ടായി, 102 പേര് മരിച്ചു. ആരാ നഷ്ടപരിഹാരം കൊടുത്തേ? ശ്രീ ആർ വി ബാബു, എന്റെ ചോദ്യം താങ്കളോട് ഇതാണ്. സർക്കാരിനെ കൊണ്ട് ഈ നഷ്ടപരിഹാരം ഒഴിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ഈ തരത്തിലുള്ള ആചാരങ്ങൾ എന്ന പേരിലുള്ള നടപടിക്രമങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണോ വേണ്ടത് എന്നതാണ് എന്റെ ചോദ്യം. ഈ സർക്കാരിന്റെ പണം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെയും നികുതി പണമാണല്ലോ. അതിങ്ങനെ നിങ്ങൾ തീരുമാനിച്ച് ഉണ്ടാക്കുന്ന ആചാരമല്ല എന്ന് തന്ത്രി പറയുന്ന ആ കാര്യങ്ങൾക്ക് വേണ്ടി വെടി പൊട്ടിച്ച് കളയുന്ന പൈസയ്ക്ക് വേണ്ടി അതിന്റെ പുറത്തുണ്ടാകുന്ന അപകടത്തിന്റെ പുറത്ത് നഷ്ടപരിഹാരം കൊടുക്കാനുള്ളതാണോ സർക്കാരിന്റെ ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം? ലാലെ, നികുതി പണം ഞാനത് ആർ വി ബാബുവിനോട് ചോദിക്കാൻ കാരണം ഇതിങ്ങനെ ഇപ്പോൾ സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കേണ്ട എന്നുള്ളതല്ല എന്റെ ഉദ്ദേശം. അതല്ല, ഞാൻ അതല്ല ചോദിച്ചത്. ശ്രീ ആർ വി ബാബുവിനെ പോലുള്ളവർ ഇത്തരത്തിലുള്ള ചടങ്ങുകൾ ഇങ്ങനെ വീണ്ടും ദുരാചാരങ്ങൾ ആവർത്തിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടുകൾ എന്തുകൊണ്ട് ഇനിയും അത് വേണ്ട എന്ന് വെക്കുന്നില്ല? ലാലെ, ഞാൻ പറഞ്ഞോട്ടെ, അതുകൊണ്ട് എന്നെ പറയാൻ സമ്മതിക്കുന്നില്ലാത്തതാണ്. ഹിന്ദു ഐക്യവേദി, ഹിന്ദു സംഘടനകൾ ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സുരക്ഷയുടെ പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഈ വെടിക്കെട്ട് പാടില്ല, ആന എഴുന്നള്ളിപ്പ് പാടില്ല എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം. നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ അത് ഒരു സാമൂഹ്യ സുരക്ഷിതത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഹിന്ദു സമൂഹം ചെലവാക്കുന്ന പണം ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ സാമൂഹ്യക്ഷേമത്തിന് വേണ്ടി എങ്ങനെ നമുക്ക് ഡൈവേർട്ട് ചെയ്യാൻ സാധിക്കും എന്നതിനെ കുറിച്ച് ഗൗരവമായിട്ട് ആലോചിക്കണം. ഇത് നമ്മൾ വളരെ സാവധാനത്തിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, 924 മുതലാണ് ക്ഷേത്രപ്രവേശനത്തിനും അല്ലെങ്കിൽ അവർണ സമൂഹത്തിന്റെ അവകാശത്തിനും വേണ്ടിയുള്ള സമരങ്ങൾ നമ്മുടെ കേരളത്തിൽ ആരംഭിച്ചത്. 924 വൈക്കം സത്യാഗ്രഹം മുതൽ 936 ക്ഷേത്രപ്രവേശനം കൊടുത്തത്. എന്ന് വെച്ചാൽ 10-12 വർഷത്തെ പ്രവർത്തനം കൊണ്ട്, നിരന്തരമായിട്ടുള്ള നമ്മുടെ സാമൂഹ്യ നവോത്ഥാന നായകന്മാരുടെ പ്രവർത്തനം കൊണ്ടാണ് ആ ഒരു മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. അപ്പോ ഇതെല്ലാം ഒരു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് ഈ പൂരം അങ്ങോട്ട് നിരോധിച്ചു കളയാം, ഈ വെടിക്കെട്ടങ്ങ് ഇല്ലാതാക്കി കളയാം എന്നുള്ള സമീപനം ഒരു സമൂഹത്തിന് ഗുണം ചെയ്യില്ല. സമൂഹത്തിൽ നമുക്ക് അതങ്ങനെ ആരാണ് തീരുമാനമെടുത്തത് എന്നതാണ് എന്റെ സംശയം. ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പരവൂരിലെ വെടിക്കെട്ട് അപകടം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ആദ്യം വന്ന വാർത്തകൾ തൃശ്ശൂരിലെ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ ഉത്സവത്തിന് വലിയ പൊലിമ കൊടുക്കുന്നില്ല എന്ന് അവർ സ്വയം തീരുമാനിച്ചു എന്നാണ് ഞാൻ വാർത്തകളിൽ കണ്ടത്. പിന്നീട് അത് മാറുന്നു. അതിനുശേഷം ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള വലിയ പൊലിമകൾക്ക് എന്തുകൊണ്ടാണ് ശക്തി കിട്ടുന്നത് എന്നുള്ളത് ആർ വി ബാബുവിനെ പോലുള്ളവർ മനസ്സിലാക്കിയിട്ടുണ്ടോ? അതിന് ശക്തി കൊടുക്കുന്നതിന് ഒരുപക്ഷെ മറ്റുള്ളവർക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിനുള്ള പരിമിതികൾ ഉണ്ടാകാം. നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നതല്ലേ എന്നതായിരുന്നു എൻ്റെ ചോദ്യം. ഇപ്പോൾ തന്ത്രി സമൂഹം ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നിരിക്കുന്ന സ്ഥിതിക്ക് കാര്യം എനിക്ക് പറയാനുണ്ട്. ഈ കാര്യത്തിൽ 2 കാര്യം ഞാൻ പറഞ്ഞോട്ടെ ലാലെ. ഈ കാര്യത്തിൽ ഒന്ന്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തൃശ്ശൂർ പൂരത്തിന്റെ കൊടിയേറ്റിന്റെ അന്ന് നടത്താനുള്ള വെടിക്കെട്ടാണ് അവർ വേണ്ടെന്ന് വെച്ചത് എന്നാണ് ഒരു കാര്യം. 2, എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം, ഇതിനകത്ത് കൂട്ടിച്ചേർക്കാനുള്ള കാര്യം, 2 വൈരുദ്ധ്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നു. ഒന്ന്, സർവ്വ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് പരവൂര് വെടിക്കെട്ട് നടത്താൻ ഭരണകൂടവും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ഒത്താശ ചെയ്യുന്നു, രാഷ്ട്രീയ നേതൃത്വം ഇടപെടുന്നു, സർക്കാർ അതിനുവേണ്ട എല്ലാ സഹായവും ചെയ്യുന്നു ഒരു ഭാഗത്ത്. മറുഭാഗത്ത് വർഷങ്ങളായിട്ട്, എത്രയോ വർഷമായിട്ട് അത് ആചാരത്തിന്റെ ഭാഗമാണോ അല്ലെങ്കിൽ തന്ത്രശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ടോ അത് വേറെ കാര്യം. പക്ഷേ
തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ശബരിമലയിൽ നടക്കുന്ന വെടിവഴിപാട്, ആ വെടിവഴിപാട് നടത്താൻ അത് ഏത് ആചാരമാണെന്ന് തന്ത്രിക്ക് അറിയാത്ത എന്ത് ആചാരമാണ് ശ്രീ RV ബാബു? തന്ത്രിക്ക് അറിയില്ല, മേൽശാന്തിക്ക് അറിയില്ല, അവർ വായിച്ച പുസ്തകങ്ങളില്ല, അവർക്ക് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. അവിടെയാണ് അത് നടത്തണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അതിലേക്ക് വരുന്ന, നമുക്കിപ്പോൾ സമയത്തിൻ്റെ പ്രശ്നമുണ്ട്. ഞാൻ ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ ശ്രീ സുനിൽകുമാറിലേക്ക് ഒന്ന് പോവുകയാണ്. ശ്രീ സുനിൽകുമാർ, ഈ ചർച്ചയിൽ പലയിടത്തും താങ്കൾക്ക് പ്രതികരിക്കണമെന്ന് തോന്നിയ ഭാഗങ്ങളുണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് ഞാൻ താങ്കൾക്ക് ഒരു മിനിറ്റ് തരികയാണ്. ഒപ്പം എനിക്ക് അറിയേണ്ട ഒരു കാര്യം, ഈ പരവൂറിലെ ദുരന്തവുമായി ബന്ധപ്പെട്ടൊരു തർക്കം ഇപ്പോൾ നടക്കുന്നത് ആഭ്യന്തര വകുപ്പും സർക്കാരുമാണ് അതിൽ പ്രതികൾ എന്ന് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അത് ഉദ്യോഗസ്ഥർ തന്നെ തമ്മിൽ ചേരിതിരിഞ്ഞ് പറയുന്നുമുണ്ട്, തർക്കങ്ങൾ നടക്കുന്നുമുണ്ട്. അതിനകത്തൊരു കൃത്യമായ അന്വേഷണം ഇപ്പോൾ നടക്കുന്നതിനെ താങ്കൾ അനുകൂലിക്കുന്നുണ്ടോ? അല്ല, ഒരു അന്വേഷണം ആവശ്യമാണ്. കാരണം ഇവിടെ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. അത് അന്വേഷിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പോൾ ബോട്ട് ദുരന്തം ഉണ്ടായി, കുമരകം ബോട്ട് ദുരന്തം ഉണ്ടായി, ആ റിപ്പോർട്ട് അവിടെ ഭരണത്ത് വെച്ചിരിക്കില്ലേ? ആ ദുരന്തം ഉണ്ടായതിനു ശേഷം ബോട്ടുകൾ സംബന്ധിച്ചും അതിൻ്റെ പിന്നെ കർക്കശമായി പാലിക്കേണ്ടതായിട്ടുള്ള സുരക്ഷാ മാനങ്ങളെ സംബന്ധിച്ചും ഒരുപാട് നിർദ്ദേശം ഉണ്ടായി. ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുണ്ടോ? അപ്പോൾ ഇനി അടുത്ത ബോട്ട് ദുരന്തം വരുമ്പോൾ ഒരു അന്വേഷണ കമ്മീഷൻ വേറെ വെച്ച് വീണ്ടും അന്വേഷണം നടത്തലാണോ? ഈ പറവൂർ ദുരന്തം ഉണ്ടായപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ലാപ്സസ് എവിടെയൊക്കെയാണ് ഇതിന് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുണ്ടായിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് അന്വേഷിച്ച് കർക്കശമായ നടപടി സ്വീകരിച്ചുകൊണ്ട് ആ രീതിയിൽ മുന്നോട്ട് പോയാലല്ലാതെ ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. അതിന് പൂരങ്ങൾ നിരോധിക്കണം, അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം നിരോധിക്കണമെന്ന നിലപാടിലേക്ക് അല്ല എത്തണം. ഇപ്പം ബഹുമാനായിട്ട് വെങ്കടാചലം കാലങ്ങളായിട്ട് അദ്ദേഹം ഒരു വളരെ ശക്തമായ നിലപാടെടുക്കുന്ന, സത്യസന്ധമായ നിലപാടെടുക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ നിലപാട് കുറേ കാലമായിട്ട് അതാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ അത്ര സത്യങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ പൂരത്തെ സംബന്ധിച്ചാണ് ഞാൻ ചർച്ച ചെയ്യാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. അക്കാര്യത്തിൽ തന്ത്രി സമൂഹം പറയുന്നത് മാത്രം വിശ്വസിച്ചൊന്നും നടക്കാൻ കഴിയില്ല. തന്ത്രി സമൂഹമാണോ എല്ലാം തീരുമാനിക്കുന്നത്? അങ്ങനെയല്ല. തന്ത്രി സമൂഹം ഇപ്പോൾ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച പോലെ 936 വരെ തന്ത്രി സമൂഹത്തിൻ്റെ നിലപാടെന്തായിരുന്നു? അമ്പലത്തിൽ ആഭരണന്മാരെ കയറ്റാൻ പാടില്ല എന്നായിരുന്നില്ലേ? അപ്പോൾ തന്ത്രി സമൂഹത്തിൻ്റെ നിലപാട് മാത്രം എല്ലാ കാര്യം തീരുമാനിക്കാൻ കഴിയില്ല. ശക്തൻ തമ്പുരാൻ തന്നെ ഈ ആറാട്ടുപുഴ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള ഒരു വിഷയത്തിലാണ് അദ്ദേഹം ഇവിടെ പൂരം ആരംഭിക്കുന്നത്. ആ പൂരം ആരംഭിക്കുമ്പോൾ തന്നെ തൃശ്ശൂർ പട്ടണത്തിലെ ക്രൈസ്തവ സമൂഹത്തെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ആ പൂരത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ആരംഭിക്കുന്നത്. അതിനൊരു സാമൂഹികമായ മാനമുണ്ട്. അത് കേവലം തന്ത്രികളുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനം മാത്രമല്ല. അതാണ് ഞാൻ പറയുന്നത്. തൃശ്ശൂർ പൂരത്തിന്റെ പ്രാധാന്യം, പ്രത്യേകത, അതിന്റെ അടിസ്ഥാന സ്വഭാവം, അതിലെ ക്ലാസിക്കൽ കലകളുടെ സമന്വയം തുടങ്ങിയിട്ടുള്ള നിരവധിയായ കാര്യങ്ങളുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും അതിന്റെ പ്രത്യേകതകൾ കൊണ്ട് തന്നെ ആ രീതിയിൽ ഇപ്പോൾ നമുക്കും ചർച്ച ചെയ്യേണ്ടി വന്നിരിക്കുന്നു. അതിനകത്ത് എവിടെയെങ്കിലും എല്ലാവർക്കും തൃപ്തികരമായ രീതിയിൽ ആ ചർച്ച അവസാനിപ്പിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് അറിയുകയുമില്ല. വളരെ നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ VS സുനിൽകുമാർ, ശ്രീമതി ബിന്ദു കൃഷ്ണ, ശ്രീ RV ബാബു, ശ്രീ ധനുവച്ചപുരം സുകുമാരൻ, ശ്രീ രാഹുൽ ഈശ്വർ, വെങ്കടാചലം.